സുവി ചേരുന്നുണ്ട്. സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം നടക്കുകയാണ് ഗുരുവായൂർ കൺവെൻഷൻ സെന്ററിൽ. സുവി, ചടങ്ങുകളെല്ലാം പൂർത്തിയായി കഴിഞ്ഞോ? പ്രമുഖരെല്ലാവരും പങ്കെടുത്തിരിക്കുന്ന ഒരു കല്യാണം കൂടിയാണ്. എന്തൊക്കെയാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? ധന്യ, സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങുകൾ പൂർത്തിയായിരിക്കുകയാണ്. ഇപ്പോൾ റിസപ്ഷൻ നടക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ നടീനടന്മാർ ഇവിടെ നിന്ന് മടങ്ങും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും താരപ്പകിട്ടേറിയ ഒരു കല്യാണത്തിനാണ് കേരളം സാക്ഷിയായിരിക്കുന്നത്. മമ്മൂട്ടി, മോഹൻലാൽ, ജയറാം, ദിലീപ്, ഷാജി കൈലാസ് ഉൾപ്പെടെ വലിയൊരു താരനിര തന്നെ ഈ കല്യാണത്തിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിയിരുന്നു. ഇന്നലെ മുതൽ തന്നെ ഈ ഗോകുലം കൺവെൻഷൻ സെന്ററിലേക്ക് താര രാജാക്കന്മാരുടെ ഒഴുക്കായിരുന്നു. അതിനുശേഷം ദക്ഷിണ വെക്കൽ ചടങ്ങുകൾ ഉണ്ടായിരുന്നു. പ്രധാന താരങ്ങൾക്ക് ദക്ഷിണ ഉൾപ്പെടെ നൽകിയിട്ടാണ് ഭാഗ്യ ഇത്തവണ ഖദർ മണ്ഡപത്തിലേക്ക് എത്തിയത്. ഏതായാലും ഇന്ന് രാവിലെ മോദി പങ്കെടുക്കുന്ന ചടങ്ങുകളോടുകൂടിയാണ് ഈ കല്യാണം നടന്നിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിലായിരുന്നു താലികെട്ട് ചടങ്ങുകൾ നടന്നത്. അതിനുശേഷം ഇവിടെ ഇപ്പോൾ കൺവെൻഷൻ സെന്ററിൽ റിസപ്ഷൻ ചടങ്ങുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ധന്യ. സുബി വിശ്വനാഥാണ് വിവരങ്ങൾ നൽകുന്നത്. സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിൽ പ്രധാനമന്ത്രി പങ്കെടുത്തു. രാവിലെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ പ്രധാനമന്ത്രി ശേഷം നേരെ പോയത് കല്യാണത്തിനാണ്. കല്യാണത്തിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യം വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. ആദ്യമായി ഒരു പ്രധാനമന്ത്രി കേരളത്തിൽ എത്തുന്നു, അവിടെ ഒരു കല്യാണ ചടങ്ങിൽ പങ്കെടുക്കുന്നു എന്നുള്ള ഒരു പ്രത്യേകത കൂടി സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിനുണ്ടായിരിക്കുന്നു. പ്രമുഖരെല്ലാവരും എത്തിച്ചേർന്നിരിക്കുന്ന താരങ്ങൾ അണിനിരന്ന ഒരു കല്യാണം എന്ന് വേണമെങ്കിൽ പറയാം. നിരവധി ആളുകളാണ് കഴിഞ്ഞ ദിവസങ്ങളിലും ഇന്ന് കല്യാണ ചടങ്ങിലുമായിട്ട് പങ്കെടുത്തിരിക്കുന്നത്. പ്രധാനപ്പെട്ട താരങ്ങളെല്ലാം ഒത്തുചേർന്ന ഒരു പരിപാടി കൂടിയായി സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണം മാറുന്നു. ഇപ്പോൾ അതിന്റെ റിസപ്ഷൻ ചടങ്ങുകൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗുരുവായൂരിലെ താലി ചാർത്തലിന് ശേഷം മണ്ഡപത്തിലേക്ക് എത്തുന്നു. അവിടെ മറ്റ് ചടങ്ങുകളെല്ലാം പൂർത്തിയായി എന്നാണ് പറയുന്നത്. സുവി വീണ്ടും ചേരുന്നുണ്ട്. സുവി, ഇതിനുശേഷം കല്യാണവുമായി ബന്ധപ്പെട്ടുള്ള ചടങ്ങുകൾ എന്തൊക്കെയാണ്? ഇനി റിസപ്ഷൻ ഉണ്ടോ? എത്രത്തോളം ആളുകളാണ്? ഇപ്പം പ്രധാനമന്ത്രി വരുന്നു എന്നതുകൊണ്ട് തന്നെ ഈ കഴിഞ്ഞ ചടങ്ങുകൾക്കൊന്നും എല്ലാവർക്കും പങ്കെടുക്കാൻ പറ്റിയിട്ടുണ്ടാകില്ല. വളരെ VIP-കളായിട്ടുള്ള ആളുകൾ മാത്രമായിരിക്കും ഒരുപക്ഷെ. സുരക്ഷയുടെ ഭാഗമായി കൂടി ആളുകളെ കുറയ്ക്കാനുള്ള സാധ്യതയുണ്ട്. മറ്റെവിടെയെങ്കിലും റിസപ്ഷൻ ഉണ്ടോ? അവിടെ ആയിരിക്കുമോ മറ്റു താരങ്ങളെല്ലാവരും മറ്റുള്ളവർ പങ്കെടുക്കാൻ പോകുന്നത്? ധന്യ, പ്രധാനമന്ത്രിയുടെ വരവോടുകൂടിയാണ് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിന് ഇത്ര വലിയൊരു പകിട്ട് വന്നിരിക്കുന്നത്. മുൻ MP-യുടെ മകളുടെ വിവാഹം എന്നതിൽ കവിഞ്ഞ് കേരളത്തിലേക്ക് ഒരു പ്രധാനമന്ത്രി വിവാഹത്തിൽ പങ്കെടുക്കാൻ എത്തുന്നു എന്നതായിരുന്നു ഏറ്റവും വലിയ പ്രത്യേകത. വർഷങ്ങൾക്ക് ശേഷമാണ് ഇത്തരത്തിൽ കേരളത്തിൽ ഒരു വിവാഹത്തിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി എത്തുന്നത്, അതും നരേന്ദ്രമോദി എത്തുന്നത്. ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇത് വെറും ഒരു സ്വകാര്യ ചടങ്ങ് എന്ന് വിശേഷിപ്പിക്കുന്നതിനപ്പുറം ഉള്ള മാനങ്ങൾ ഈ ചടങ്ങിന് ഉണ്ടായിരുന്നു. ഏതായാലും ഗോകുലം കൺവെൻഷൻ സെന്ററിൽ ഇപ്പോൾ റിസപ്ഷൻ ചടങ്ങുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. 1500ഓളം ക്ഷണിക്കപ്പെട്ട അതിഥികളാണ് ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. താരകുടുംബങ്ങളിൽ നിന്നുള്ളവരുണ്ട്. ഒപ്പം തന്നെ സുരേഷ് ഗോപിയുമായി അടുത്ത രാഷ്ട്രീയ ബന്ധങ്ങൾ സൂക്ഷിക്കുന്നവരുണ്ട്. അങ്ങനെ സമൂഹത്തിന്റെ നാനാ തുറകളിൽപ്പെട്ട സുരേഷ് ഗോപിയുമായി അടുപ്പം സൂക്ഷിക്കുന്നവരുടെ വലിയൊരു നീണ്ട നിരയാണ് ഗോകുലം കൺവെൻഷൻ സെന്ററിലേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത്. സുരക്ഷ മുൻനിർത്തി അമ്പലത്തിൽ താലികെട്ട് നടക്കുന്ന അമ്പലത്തിലേക്ക് ആളുകളെ പ്രവേശിപ്പിച്ചിരുന്നില്ല എങ്കിൽ കൂടിയും ഈ ഗോകുലം കൺവെൻഷൻ സെന്ററിൽ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ അസൗകര്യങ്ങളോ ഒന്നും തന്നെയില്ല. ഇപ്പോൾ വിവാഹ ചടങ്ങുകൾ പൂർത്തിയായിരിക്കുകയാണ്. ഭാഗ്യ എന്ന പേരുള്ള സുരേഷ് ഗോപിയുടെ മൂത്ത മകൾക്ക് വരനായി എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം സ്വദേശിയായ ശ്രേയസ് ആണ്. ഇതിനുശേഷം രണ്ടിടങ്ങളിൽ കൂടെ റിസപ്ഷൻ ചടങ്ങുകളുണ്ട്. ഒന്ന് കൊച്ചിയിലും മറ്റൊന്ന് തിരുവനന്തപുരത്തുമാണ്. 19, 20 തീയതികളിലാണ് ഈ റിസപ്ഷൻ ചടങ്ങുകൾ നടക്കുക. ഏതായാലും ഇപ്പോൾ ഇവിടെ ഗോകുലം കൺവെൻഷൻ സെന്ററിൽ റിസപ്ഷൻ ചടങ്ങുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ധന്യ. സുവി, രാവിലെ തന്നെ ഈ താര രാജാക്കന്മാർ എന്ന് നമ്മൾ വിളിക്കുന്ന മോഹൻലാൽ, മമ്മൂട്ടി ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം ഉണ്ടായിരുന്നു. കുറച്ചുപേരെ മാത്രം പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ചടങ്ങായിരുന്നു ഗുരുവായൂരിൽ നടന്നത്. അതിനുശേഷം ഇപ്പോൾ ആളുകളുടെ എണ്ണത്തിൽ വലിയ വർധനയുണ്ടോ? എത്ര പേരാണ് ഇപ്പോൾ ഈ കൺവെൻഷൻ സെന്ററിൽ പരിപാടിയിൽ പങ്കെടുക്കുന്നത്? കൂടുതൽ VIP-കൾ എത്താനുള്ള സാധ്യതയുണ്ടോ? രാഷ്ട്രീയത്തിൽ നിന്നും
സിനിമാ ലോകത്തു നിന്നും ഒക്കെ ആളുകൾ എത്തേണ്ട ഒരു കല്യാണം കൂടിയാണല്ലോ. സ്വാഭാവികമായും സുരേഷ് ഗോപിയുടെ വിവാഹം എന്ന് പറയുമ്പോൾ വലിയ VIP-കളുടെ സാന്നിധ്യം ഉണ്ടാകുമെന്ന് നമുക്ക് ഇരുവർക്കും കൃത്യമായി തന്നെ അറിയാവുന്നതാണ്. ആ ഒരു വലിയ സാന്നിധ്യം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഉണ്ടായിരുന്നു. ഇന്നലെ മുതൽ തന്നെ കനത്ത സുരക്ഷാ വലയത്തിലായിരുന്നു ഈ ഗോകുലം കൺവെൻഷൻ സെന്റർ. ഇവിടെ പോലീസിന്റെ സുരക്ഷയുണ്ടായിരുന്നു. ഇപ്പോൾ ആ സുരക്ഷയെല്ലാം മാറിയിരിക്കുകയാണ്. ഒരു മുൻ MP-യുടെ കല്യാണം എന്നതിനപ്പുറം താരപ്പകിട്ടുള്ള ഒരു മൂന്നാമന്റെ, മലയാള സിനിമയിലെ ഒരു മൂന്നാമന്റെ മകളുടെ വിവാഹം എന്ന ഒരു പ്രത്യേകത കൂടിയുണ്ട്. ആ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ നിരവധി പേരാണ് എത്തുന്നത്. സമൂഹത്തിന്റെ നാനാ തുറകളിൽപ്പെട്ടവർ ഇവിടേക്ക് എത്തുന്നുണ്ട്. രാഷ്ട്രീയക്കാരെത്തുന്നുണ്ട്, സിനിമാ പ്രവർത്തകരെത്തുന്നുണ്ട്, കലാ സാംസ്കാരിക രംഗങ്ങളിൽ നിന്നുള്ളവർ എത്തുന്നുണ്ട്. അങ്ങനെ അവരുടെ ഒരു ഒഴുക്ക് നമുക്ക് ഇവിടേക്ക് കാണാൻ സാധിക്കും. ഏതായാലും വിവാഹ ചടങ്ങുകൾ ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. അതിനുശേഷം ഉള്ള റിസപ്ഷനാണ് ഇപ്പോൾ നടക്കുന്നത്. അടുത്ത 19, 20 തീയതികളിൽ തിരുവനന്തപുരത്തും അതുപോലെ തന്നെ എറണാകുളത്തും റിസപ്ഷൻ ചടങ്ങുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. ഏതായാലും പ്രധാനമന്ത്രിയുടെ വരവോടുകൂടിയാണ് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിന് വേറെ ഒരു മാനം കൈവന്നിരിക്കുന്നത്. ഏതായാലും ചടങ്ങുകൾ ഇപ്പോൾ റിസപ്ഷൻ ചടങ്ങുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ധന്യ.